തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12:21. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിന്മയുടെ പോരാട്ടം ഉണ്ടാകാറുണ്ട് അല്ലേ? ആളുകളുടെ മോശം പെരുമാറ്റം, അനീതിയുള്ള ഇടപെടലുകൾ, അസൂയ, വഞ്ചന തുടങ്ങി പലതരം നിസ്സംഗതകളും, അതുപോലെ നാം ചെയ്യാത്ത പാപങ്ങൾക്കായും നമ്മെ പലരും കുറ്റപ്പെടുത്തിയേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം തിന്മയോട് തിന്മ കൊണ്ട് പ്രതികരിക്കലാണ് അല്ലേ? എന്നാൽ ദൈവവചനം പറയുന്നത് തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കാതെ നന്മ കൊണ്ട് കീഴടക്കാനാണ്. അന്യായത്തെ നീതിയാലും വിദ്വേഷത്തെ സ്നേഹത്താലും അധർമ്മത്തെ ധർമ്മത്താലും മറികടക്കേണ്ടതാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ തിന്മയുടെ അടിമകളാക്കാതെ അതിന്റെ പശ്ചാത്തലത്തിൽ പോലും സത്യത്തെയും സ്നേഹത്തെയും പിന്തുടരാൻ ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു തിന്മയെ നന്മ കൊണ്ട് കീഴടക്കിയവനാണ്. ക്രിസ്തു തിന്മയുടെ മറുപടിക്ക് സ്നേഹവും ക്ഷമയും മാത്രം കാണിച്ചു. നമുക്കും ദൈവത്തോട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് സ്നേഹവും ക്ഷമയും ദയയും സൗമ്യതയും നൽകി നമ്മെ അനുഗ്രഹിക്കുവാനും വെറുക്കുന്നവരെ സ്നേഹിക്കുവാനും നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.